അത് ശരി. ഈ പാവം പോയിക്കോട്ടെ. ശരിയാക്കി തരാം. ഈ പാവം പോയിക്കോട്ടെ നിന്ന് വണ്ടിയിൽ വന്ന ആരാ? താനാ? ഞാനല്ല. പിന്നെ ഈ ശവപ്പെട്ടിൽ വന്നത് അവിടെ പോയി. അവരുടെ അകത്തേക്ക് പോയിരിക്കാം. അവരൊന്നും ഞാൻ ശരിയാക്കി തരാം. ഞാൻ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. നീ ആരാ? ഞാൻ ഈ വണ്ടിയുടെ എന്നെ വണ്ടി ഇടിച്ച് കൊല്ലം പറഞ്ഞയച്ച ആരാടാ? അയ്യോ, ആരും പറഞ്ഞയച്ചല്ല. അപ്പൊ നീ സ്വയം തീരുമാനിച്ചാ? എനിക്ക് ഒരുപാട് ശത്രുക്കളുള്ള സമയം. അത് ഒരു ജോലി കിട്ടാൻ വേണ്ടി എന്നെ കൊന്ന നിനക്ക് ജോലി കിട്ടുന്ന ആരാ പറഞ്ഞേ? അതല്ല മാഷെ, ഇനി മേലെ ഞാൻ മാഷെ വണ്ടി ഇടിക്കില്ല, സത്യം. നീ നേർച്ച നേർന്നിട്ട് ഇറങ്ങിയിരിക്കുക. ഇത്ര സത്യം ജീവിച്ചിട്ട് ഞാൻ വിടുള്ളൂ. നീ എന്തിനാ ഇവിടെ പറഞ്ഞേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ പ്ലീസ്. വന്നതാ നമ്മുടെ ഏത് കോഴിക്കല ആളാവും ഇപ്പൊ വന്നതാണെന്നേ. എനിക്ക് ആരും കാണണ്ട. ഈ കുട്ടിക്ക് നമ്മുടെ സ്കൂളിലൊരു ജോലി. ഇവന്റെ വണ്ടിയിൽ വന്ന ആർക്കും ഞാൻ ജോലി കൊടുക്കുന്ന പ്രശ്നമല്ലേ? എനിക്ക് വയ്യ. നീ എന്താ ഈ കളി നോക്കിയിട്ട്? നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഞാൻ നിന്നെ അങ്ങോട്ട് കൊന്നപ്പം എന്താണ്ടാവുക? കുറച്ച് ഞാൻ ജയിലിൽ പോകണം. നല്ല പോത്തിനോട് വേറെ നോക്കിയിട്ട് എന്ത് കാര്യം? നീ വേഗം ആകെ ഭ്രാന്ത് കളിയിരിക്കാം. ചെല്ലി വേഗം. അമ്മച്ചി പാ. അമ്മച്ചി നിന്നേ ഒന്ന് പറയട്ടെ. അമ്മച്ചി കേറ്. ഇതുവരെ ഓടിയാൻ എത്രയാ? അപ്പൊ കോഴിക്കലേക്ക് തിരിച്ചു പോണ്ടേ? വേണ്ട, നിന്റെ വണ്ടിയിൽ ഇനി ഞങ്ങളില്ല. അമ്മച്ചി ഒന്നും പറയണ്ട. നിന്റെ വണ്ടി കയറിയ ഒറ്റ കാരണം കൊണ്ടാ എന്റെ കുട്ടിക്ക് ഈ ജോലി കിട്ടാതെ പോയത്. അമ്മേ, മണിയണ്ണനെ എന്തിനാ പറയണേ? എനിക്ക് വിധിയില്ലാന്ന് കൂട്ടിയാ മതി. വിധിയില്ലാഞ്ഞിട്ടൊന്നുമല്ല, നിശ്ചയത്തിന് കൊണ്ടാ. ഇവന്റെ നെഗളിപ്പുണ്ട്. അയ്യോ, അങ്ങനെ പറയരുത് അമ്മച്ചി. രാധിക കുട്ടിക്ക് ഒരു നല്ല കാലം വരണമെന്ന എന്റെയും പ്രാർത്ഥന. ഒന്നുമില്ലെങ്കിൽ കോഴിക്കല ഉപ്പും ചോറും കുറെ നാൾ ഞാൻ. വേണ്ട വേണ്ട വേണ്ട, നന്ദിയുടെയും കടപ്പാടിന്റെ കാര്യം ഒന്നും ആവർത്തിക്കണ്ട. ഇനി നിന്നെ ആ പടിപ്പുറ മുറ്റത്ത് കണ്ടുപോരുത്. മോളെ വാ വാ മോളെ, നമുക്ക് വേറെ വണ്ടി പോകാം. അയ്യോ അമ്മച്ചി, ഒരു ജോലിക്ക് വേണ്ടി തെണ്ടി നടക്കുന്നതിന്റെ വിഷമം നല്ലതുപോലെ അനുഭവിച്ചിട്ടുള്ള ആളാ ഞാനും. ഞാൻ കാരണമാണ് രാധിക കുട്ടിക്ക് ജോലി കിട്ടാതെ പോയതെങ്കിൽ അതിനുള്ള പരിഹാരവും ഞാൻ തന്നെ ഉണ്ടാക്കും. ഇല്ലെങ്കിൽ എന്റെയും എന്റെ വണ്ടിയുടെയും പേര് മണികണ്ഠൻ എന്നല്ല. ഇത് സത്യം സത്യം സത്യം. എന്ത് പരിഹാരം ഉണ്ടാക്കാനാ? ഇനി വീട്ടുമുറ്റത്ത് കയറാൻ പറ്റുമോ? മാഷിന് വീട്ടുമുറ്റം ഒന്നുമില്ലല്ലോ, രണ്ടില്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. ഒക്കെ മനസ്സിലാക്കി തരാം. അമ്മച്ചി കയറ്. മോള് വാ. മണിയണ്ട അമ്മച്ചി താഴെ